ഹലോ നമസ്കാരം. ഇന്ന് നമുക്കേ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു ഫോൾ സീസണൽ ആക്ടിവിറ്റി, ഒരു പെയിന്റിംഗ് ആക്ടിവിറ്റി ക്യൂടിപ്സ് വെച്ച് അത് ചെയ്താലോ? അതിന് വേണ്ടുന്നത് ഒരു പേപ്പർ, പിന്നെ കളേഴ്സ്, നമ്മുടെ യെല്ലോ കളേഴ്സ്, ഓറഞ്ച് കളർ, അതൊക്കെയാണല്ലോ ഇതിനകത്ത് ഫോൾ ലീവ്സിൽ വരുന്ന കളേഴ്സ്, പിന്നെ ക്യൂടിപ്സ്. അപ്പം നമ്മളിങ്ങനെ പതുക്കെ കുറേ ട്രങ്ക്സ് വരച്ചു കൊടുക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന കുറേ ട്രീസിൻ്റെ വ്യൂ നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ മേളിലോട്ടുള്ള വ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് ട്രങ്ക്സ് ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ നീളത്തിൽ ഓരോ ലൈൻ വരച്ചിട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് കുറച്ച് തിക്കനാക്കാം ലൈന്. താഴെ എന്നുവെച്ചാൽ മേളിൽ നിന്ന് വരുമ്പോൾ ലൈക്ക് തിക്കാക്കി മേളിലോട്ട് പോകുമ്പോഴത്തേക്ക് അത് തിന്നാക്കുന്ന രീതിയിൽ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയും നമ്മൾ ആവണം എന്നില്ല, അത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽസ് നോക്കണം എന്നില്ല. കാരണം കുഞ്ഞു കുട്ടികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടെ വലിയ കുട്ടികളെ ചെയ്യുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കുറച്ച് ട്രങ്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എത്ര വേണമെങ്കിലും വരയ്ക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 5-6 എണ്ണം വരയ്ക്കുകയാണ്. അങ്ങനെ പതുക്കെ ഇങ്ങനെ മാർക്കർ വെച്ച് വരയ്ക്കുക. എന്നുവെച്ചാൽ നമുക്ക് തിക്കൻ ചെയ്യാം. വേണമെങ്കിൽ കുട്ടികൾക്ക് ആവുന്ന പോലെ, അത് ഓരോ കുട്ടികൾക്ക് ഓരോ ഇതാണല്ലോ. ലൈക്ക് ചിലവർക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും, ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ട്രങ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പതുക്കെ ട്രീൻ്റെ ബ്രാഞ്ചസ് അത് ഇഷ്ടമുള്ള രീതിയിൽ ചുമ്മാ ലൈൻസ് ഇട്ട് കൊടുക്കാം. കുഞ്ഞു മാമാരാകുമ്പോൾ നമ്മൾ ചുമ്മാ കുട്ടികൾ ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഒരു കുഞ്ഞായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ആക്കാം. ഇതാ ഈ ചെയ്ത പോലെ തന്നെ, ഇതുപോലെ തന്നെ വേണം എന്നില്ല, കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച്. ഒന്ന് വേണമെങ്കിൽ ഒരു കുറച്ചും കൂടെ തിൻ ആയിട്ടുള്ള നിബുള്ള മാർക്കേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ സൈഡ്സിലും അങ്ങനെ ചെയ്ത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ശരിക്കും കളേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മുടെ അത് ഓൾമോസ്റ്റ് ബ്രാഞ്ചസ് എല്ലാം നമ്മൾ വരച്ച് കഴിയുന്നു. എന്നിട്ട് നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ക്യൂടിപ്സ് വെച്ചിട്ട് നമ്മൾ ഈ ഓറഞ്ച്, യെല്ലോയുടെ പല ഷെയ്ഡ്, പിന്നെ വേണമെങ്കിൽ ഒരു ബ്രൗൺ കളറ്, ലൈറ്റ് ബ്രൗൺ കളറോ അതും എടുക്കാം. പിന്നെ ഗ്രീനും നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ആകെ യൂസ് ചെയ്തിരിക്കുന്ന ഈ 3 കളേഴ്സാണ്. എന്നിട്ട് നമ്മൾ ക്യൂടിപ്സ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കുട്ടികൾ ഇങ്ങനെ അത് വെച്ചിട്ട് ആ ബ്രാഞ്ചസിൽ ഇങ്ങനെ സ്ലൈറ്റ്ലി പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരുപാട് പെയിൻറ് എടുക്കണമെന്ന് പറയണ്ട, അത് കുറച്ചായിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടും ആ ഒരു ലീവ്സിൻ്റെ. അങ്ങനെ നമ്മൾ പതുക്കെ കുട്ടികൾ അങ്ങനെ ചെയ്യാനായിട്ട് കാണിച്ചു കൊടുക്കാം. നമുക്ക് നല്ല രസമില്ലേ കളേഴ്സൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ. അങ്ങനെ നമ്മുടെ ആ ഒരു ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. എന്ത് രസമാണ് അത് കാണാനായിട്ട്. അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇത് ഭംഗിയായിട്ട് തോന്നും. കളേഴ്സ് നല്ലൊരു കളർഫുൾ ലുക്ക് കാണുമ്പോൾ. നല്ല ഭംഗിയില്ലേ? നിങ്ങളിത് തീർച്ചയായിട്ടും കുട്ടികളൊന്ന് ട്രൈ ചെയ്യിപ്പിക്കണം. ബൈ.